Hi, today we are going to discussing about damping force. So what is damping force? We know നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ സിമ്പിൾ ഹാർമോണിക് മോഷനെ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഈ ഒരു സിസ്റ്റത്തെയാണ്. ഒരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എഡ്ജ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. സോ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. എക്സ് ആണ് നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ നമ്മൾ ആഫ്റ്റർ എ പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇതിനെ ഫ്രീ ആക്കുകയാണ്. നമ്മൾ ഇതിനെ താഴേക്ക് വലിക്കുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് വന്നതിന് ശേഷം നമ്മൾ അതിനെ ഫ്രീ ആക്കുന്നു. ഫ്രീ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മുകളിലോട്ട് ഇത് മൂവ് ചെയ്യും അല്ലേ, മുകളിലോട്ട് സ്പ്രിങ് മൂവ് ചെയ്യും. ആ ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ടി അതെന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ ആ ഓസിലേഷൻ സ്റ്റോപ്പ് ആവും. സോ ഇവിടെ നമ്മൾ ഈ താഴേക്ക് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യിച്ച് അവിടെ നിന്നും നമ്മൾ അതിനെ ആ ലോക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നമുക്കറിയാം. ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ആക്ട് ആവുന്നുണ്ട് അല്ലേ. ആ റീസ്റ്റോറിങ് ഫോഴ്സ് നമുക്ക് എഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. കാരണം എന്തുകൊണ്ടാണ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഫോഴ്സ് കൂടും. സോ ദ റീസ്റ്റോറിങ് ഫോഴ്സ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ബട്ട് here is a negative sign. What it represent? It represents the negative sign of x represent the force is opposite direction of the displacement. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന ഈ ഡയറക്ഷൻ ആണെങ്കിൽ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് അവിടെ നമ്മളൊരു മൈനസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ അവിടെ കൊടുക്കാനുള്ള റീസൺ അല്ലേ. എന്നാൽ ഈ ഒരു ഓസിലേഷൻ എപ്പോൾ വരെ ഉണ്ടാവുള്ളൂ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടൈം ടി ഈക്വൽ ടു 0, ടൈം 0 ആകുന്ന സമയത്താണ് നമ്മൾ ഇതിനെ അൺലോക്ക് ചെയ്യുന്നത്. സോ ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ എ ടൈം ടി ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ത് ചെയ്യുന്നു, ഈ ഓസിലേഷൻ സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ആവുന്നത്, നമ്മൾ ഈ ഒരു അൺലോക്കിംഗ് നടത്തി കഴിഞ്ഞു. പിന്നീട് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ എക്സ്റ്റേണലി നമ്മളൊന്നും ചെയ്യുന്നില്ല. ബട്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണലി ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്, ഈ സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഹാർമോണിക് ടെൻഡൻസിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഓട്ടോമാറ്റിക് അതിനൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ ഈ ഒരു റീസ്റ്റോറിങ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മറ്റൊരു ഫോഴ്സ് അവിടെ ആക്ട് ആവുന്നുണ്ട്. ഏതിൻ്റെ മുകളിൽ, ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ അല്ലേ. ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അതിൻ്റെ മുകളിൽ ഈ പറയുന്ന റീസ്റ്റോറിങ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓസിലേഷനെ ഒപ്പോസ് ചെയ്യാണ്, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. സോ ആ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ആഫ്റ്റർ എ ടൈം ടി ഈ പറയുന്ന ഓസിലേഷൻ എന്താവുന്നു, സ്റ്റോപ്പ് ആവുന്നു. സോ സ്റ്റോപ്പായിട്ട് എന്ത് ചെയ്യാണ്, അങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു പെൻഡുലം, നമ്മളൊരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഡിസ്പ്ലേസ് ആവുന്നു. റീസ്റ്റോറിങ് ഫോഴ്സ് കൊണ്ട് അത് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വരാൻ ശ്രമിക്കുന്നു. സോ ഈ ഒരു ഓസിലേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ബട്ട് കുറേ സമയത്തിന് ശേഷം എന്ത് ചെയ്യും, ഈ ഓസിലേഷൻ നടന്ന് വീണ്ടും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നു. സോ പിന്നീട് എന്താകുന്നു, അത് 0-ലാവുന്നു, അത് റെസ്റ്റ് പൊസിഷനിൽ എത്തുന്നു. സോ ആ റെസ്റ്റ് പൊസിഷനിൽ എത്താനുള്ള റീസൺ എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ദ ഡാമ്പിംഗ് ഫോഴ്സ്. സോ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ആവുന്ന ഫോഴ്സാണ് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ആ ആക്സിലറേഷനെ, അല്ലെങ്കിൽ ആ പറയുന്ന ഓസിലേഷനെ എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡാമ്പിംഗ് ഫോഴ്സ്. അപ്പം ഡാമ്പിംഗ് ഫോഴ്സിന് നമ്മൾ ജനറൽ ഒരു ഫോർമുല നമുക്ക് കൊടുക്കാൻ കഴിയും. ആ ഫോർമുലയാണിത്. ഡാമ്പിംഗ് ഫോഴ്സ് സ്മോൾ എഫ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, വേർ എ ബി സി ഡി ആർ കോൺസ്റ്റൻസ് ആൻഡ് എക്സ് ഈസ് ദി x is the displacement and dx by dt displacement by time, that means velocity, and d square x by dt square, that is acceleration. So the term b is the coefficient of displacement, term c is the coefficient of velocity, and term d is the coefficient of acceleration. So ഇതാണ് നമ്മളുടെ ഈ ഡാമ്പിംഗ് ഫോഴ്സിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഡാമ്പിംഗ് ഫോഴ്സ് കൊണ്ട് എന്താണ്, അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ട് അല്ലേ, വർക്ക് ഡൺ നടക്കുന്നുണ്ട്. അപ്പം ആ വർക്ക് ഡണ്ണിനെ കുറിച്ച് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്കറിയാം
ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്നത് എ സൈൻ ഒമേഗ ടി ആണ്. സോ നമുക്ക് ഫോഴ്സും നമുക്കറിയാം, ഡാമ്പിംഗ് ഫോഴ്സും നമുക്കറിയാം, എഫ് ഇസിക്കൽ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്? നമ്മൾ വർക്ക് ഡൺ ബൈ ഡാമ്പിംഗ് ഫോഴ്സ് കാണാൻ പോവാണ്, വർക്ക് ഡബ്ല്യു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്മോൾ പോർഷനിലുള്ള വർക്കാണ് കാണുന്നത്, ഡി ഡബ്ല്യു. സോ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? വർക്ക് എന്നതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. So what is force? F. What is displacement? X. So here we consider dW so that we gives dx. So ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. dW is equal to f dot dx. സോ ഈ dx എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? dx by dt എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി അല്ലേ? ഇവിടെ നോക്കിയാൽ dx by dt എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്. So dx by dt is equal to velocity. Then what is dx? Velocity into time. So dx equal to v into dt. So we can substitute this value here. So the equation become dW, that means work done by damping force. dW is equal to force into v dt. Okay. So നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കാണണം. ടോട്ടൽ വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്യണം? ഈ dW നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. So നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ W is equal to integral of limit 0 to 2 pi omega, 2 pi by omega dW is equal to integral of 0 to 2 pi omega f dot v dt. So ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കിട്ടുന്നു. സോ ഈ കിട്ടിയിരിക്കുന്നതിന് നമ്മൾ 0 to 2 pi by omega ലിമിറ്റ് കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. സോ ടോട്ടൽ വർക്ക് ഡൺ W is equal to 0 to 2 pi omega. നമ്മൾ ഈ എഫിന് പകരം എന്ത് ചെയ്യുന്നു? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എഫിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് വി ഡി ടി. സോ വി എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? വി ഇസിക്കൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ്. സോ നമുക്ക് ഈ വിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 0 to 2 pi ഒമേഗ. ഈ എക്സിന് പകരം നമുക്കെന്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ്. സോ ഈ എക്സിന് പകരം എ സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദെൻ എ പ്ലസ് ബി എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. സോ ബി എ സൈൻ ഒമേഗ ടി പ്ലസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി മീൻസ് ഡിഫറൻഷ്യൽ ഓഫ് എ സൈൻ ഒമേഗ ടി. we got c a omega cos omega t. Then plus d square x by dt square. That means minus dA omega square sin omega t into dx, first differential of x. So a omega cos omega t dt. Right? എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? നമുക്കറിയാം എക്സിന്റെ വാല്യൂ ഇതാണ്. സോ ഫസ്റ്റ് എക്സിന്റെ വാല്യൂ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് എക്സ്, സെക്കൻഡ് ഡിഫറൻഷ്യൽ ഓഫ് എക്സ്. സോ അത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ്? ദെൻ വി ഗോട്ട് work done is equal to integral of 0 to 2 pi omega a plus ba sin omega t plus ca omega cos omega t minus da omega square sin omega t into a omega cos omega t dt. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പാർട്ടിനെ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. സോ എ ഇത് ഒരു ടേം ആണ്, ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം. സോ ഈ ഓരോ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എ ഒമേഗ കോസ് ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുന്നു അല്ലേ? ഈ പാർട്ടിന് ഒരു ലിമിറ്റ്, ഈ പാർട്ടിന് ലിമിറ്റ്, ഈ പാർട്ടിന് ലിമിറ്റ്, ഈ പാർട്ടിന് ലിമിറ്റ്. വാട്ട്? ഇൻ്റഗ്രൽ അല്ലേ? 0 to 2 pi ഒമേഗ ലിമിറ്റ് നമ്മൾ ഈ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് സെപ്പറേറ്റ് പാർട്ടാക്കിയിട്ട്. ഓക്കെ. സോ ആ കാണിച്ചിരിക്കുന്നതാണ് ഇത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 0 to 2 pi ഒമേഗ a into a omega cos omega t dt. So integral of 0 to 2 pi omega a omega cos omega t dt. Then second term b a sin omega t into a omega cos omega t dt. Then we got 0 to 2 pi omega b a square omega sin omega t cos omega t dt. Then third term c a omega cos omega t into a omega cos omega t dt. So plus integral of 0 to 2 pi omega c a square omega square cos square omega t dt. And third one minus dA omega square sin omega t into a omega cos omega t dt. That gives minus
integral of 0 to 2 pi omega dA square omega cube sin omega t cos omega t dt. ഓക്കെ റൈറ്റ്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഓരോ ഇൻ്റഗ്രേഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാം അല്ലേ? വർക്ക് ഡൺ ബൈ ഡാമ്പിംഗ് ഫോഴ്സ്. സോ നമുക്ക് നോക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ബൈ ഡാമ്പിംഗ് ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനെ ഞാൻ ഇവിടേക്ക് മാറ്റി എഴുതിയിരിക്കുന്നു. സോ നോക്കൂ, W is equal to integral of 2 pi omega a omega cos omega t dt plus integral 0 to 2 pi omega b a square omega sin omega t cos omega t dt plus integral 0 to 2 pi omega c a square cos square omega t dt minus integral 0 to 2 pi omega d a square omega cube sin omega t cos omega t dt. സോ ഈ ഇൻ്റഗ്രേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് ടേമിനെല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ നോക്കൂ നിങ്ങൾ, ഇവിടെ എ ഒമേഗ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തെടുക്കുന്നു. എ ഒമേഗ ഇൻ്റഗ്രൽ ഓഫ് കോസ് ഒമേഗ ടി ഡി ടി. അതുപോലെ തന്നെ ഈ ബി എ സ്ക്വയർ ഒമേഗ എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. അതുകൂടാതെ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിയെ നമുക്ക് സൈൻ 2 ഒമേഗ ടി ഡി ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. സോ ഈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നത് ഇവിടെ എന്ത് ചെയ്യും? ഇതിന് നമുക്ക് ഡിവൈഡഡ് ബൈ 2 എന്ന് കൂടി എഴുതാം. ഇവിടെ നമുക്ക് വരുന്നത് ബി എ സ്ക്വയർ ഒമേഗയാണ് കോൺസ്റ്റന്റ്. സോ ബി എ സ്ക്വയർ ഒമേഗ നമ്മൾ പുറത്തെടുക്കുന്നു. അതുകൂടാതെ ഇവിടെ 1/2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ ആ ഡിവൈഡഡ് ബൈ 2നെ കൂടെ നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ സെക്കൻഡ് ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? ബി എ സ്ക്വയർ ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഇന്റഗ്രൽ ഓഫ് 0 to 2 pi ഒമേഗ സൈൻ 2 ഒമേഗ ടി ഡി ടി പ്ലസ് ഈ തേർഡ് ടേമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെയും പുറത്തേക്ക് എടുക്കുകയാണ്. സോ നമുക്ക് എന്ത് കിട്ടുന്നു? സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇന്റഗ്രൽ ഓഫ് 0 to 2 pi ഒമേഗ cos സ്ക്വയർ ഒമേഗ ടി ഡി ടി മൈനസ് നമ്മൾ ഈ ഫോർത്ത് നമ്മുടെ ലാസ്റ്റ് ടേം ഡി എ സ്ക്വയർ ഒമേഗ ക്യൂബ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിയെ നമ്മൾ ഈ ഡി എ സ്ക്വയർ ഒമേഗ ക്യൂബ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെയും പുറത്തേക്ക് എടുക്കുന്നു. അതേപോലെ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിയെ നമുക്ക് എന്ത് എഴുതാം? സൈൻ 2 ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഒമേഗ ടി എന്ന് എഴുതാം അല്ലേ? നമുക്ക് ഈ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിയെ നമുക്ക് സൈൻ 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഈ 2ഉം കോൺസ്റ്റന്റ് ആണ്. സോ ഈ 2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു? ഡി എക്സ് സ്ക്വയർ ഒമേഗ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ഇന്റഗ്രൽ ഓഫ് 0 to 2 pi ഒമേഗ സൈൻ 2 ഒമേഗ ടി ഡി ടി എന്ന് കിട്ടുന്നു. റൈറ്റ്. സോ നമ്മൾ ഇനി ഓരോ ടേമിനായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതേപോലെ നമ്മൾ ഈ ലിമിറ്റും അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ ഈ ടേമിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് കിട്ടുന്നത്? എ ഒമേഗ അതേപോലെ കോസ് ഒമേഗ ടി എന്നുള്ളത് എന്താവും? സൈൻ ഒമേഗ ടി ആയിട്ട് മാറും. ഇന്റഗ്രൽ ഓഫ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി. സോ ലിമിറ്റ് 0 to 2 pi ഒമേഗ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതേപോലെ നമ്മൾ ബി എ സ്ക്വയർ ഒമേഗ ബൈ 2 പ്ലസ് ബി എ സ്ക്വയർ ഒമേഗ ബൈ 2 ഈ സൈൻ 2 ഒമേഗ ടി ഡി ടി എന്ന് പറയുന്നതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് വരുന്നത്? മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ ആൻഡ് ദെൻ തേർഡ് ടേം സി എ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഇന്റഗ്രൽ ഓഫ് 0 to 2 pi ഒമേഗ. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ വീണ്ടും മാറ്റി എഴുതുകയാണ്. മാറ്റി എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടും ഇവിടെ കോസ് സ്ക്വയർ ഒമേഗ ടി ഡി ടിയെ നമുക്ക് 1 പ്ലസ് കോസ് 2 ഒമേഗ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം അല്ലേ? കോസ് സ്ക്വയർ ഒമേഗ ടി ഡി ടിയെ നമ്മൾ 1 പ്ലസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഡി ടി എന്ന് എഴുതാം. സോ ഈ ടേമിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയിരിക്കുകയാണ് ഇന്റഗ്രൽ 0 to 2 pi ഒമേഗ. ദെൻ ലാസ്റ്റ് ടേം ഡി സ്ക്വയർ എ സ്ക്വയർ ഒമേഗ ബൈ 2 മൈനസ് ഡി എ സ്ക്വയർ ഒമേഗ ക്യൂബ് ബൈ 2 അല്ലേ? ഈ ടേം ഇനി ഇന്റഗ്രൽ ഓഫ് സൈൻ 2 ഒമേഗ ടി എന്നുള്ളത് നമുക്ക് എന്താണ്? ഇന്റഗ്രൽ ഓഫ് സൈൻ 2 ഒമേഗ ടി is equal to minus cos 2 omega t divided by 2 omega limit 0 to 2 pi omega. സോ നമ്മൾ ഈ തേർഡ് ടേം അല്ലേ? ഈ തേർഡ് ടേമിനെ ഒഴികെ മറ്റെല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? മറ്റെല്ലാത്തിനെയും നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ചെയ്തിരിക്കുകയാണ്. തേർഡ് ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ കോസ് സ്ക്വയർ ഒമേഗ ടിയെ നമ്മൾ സിമ്പിളായിട്ട് 1 പ്ലസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഡി ടി എന്ന ഫോമിലേക്ക് മാറ്റി എഴുതിയിരിക്കുകയാണ്. മറ്റെല്ലാത്തിനെയും നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്. സോ ഫസ്റ്റിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, സെക്കൻഡിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, തേർഡിന് നമ്മൾ മാറ്റി എഴുതിയിരിക്കുകയാണ്, ഫോർമാറ്റ് ഒന്ന് മാറ്റി എഴുതിയിരിക്കുന്നു, ഫോർത്തിന് നമ്മൾ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഫസ്റ്റ് കേസിൽ നിങ്ങൾ നോക്കൂ, എ ഒമേഗ ഈ സൈൻ ഒമേഗ ടിയിൽ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ആണ്. സോ സൈൻ ഒമേഗ ഈ ടിയിലാണ് നമ്മൾ ലിമിറ്റ് അല്ലേ? നമുക്കിവിടെ അറിയാം ടൈമാണ് വേരിയബിൾ. സോ ഈ ടിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ടീന് പകരം നമ്മൾ എന്ത് ചെയ്യും? സൈൻ ഒമേഗ ടിക്ക് പകരം 2 pi ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് സൈൻ ഒമേഗ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടിക്ക് പകരം 0 കൊടുത്താൽ സൈൻ 0. സോ സൈൻ ഒമേഗ 2 pi ഒമേഗ ആണുള്ളത്. സോ ഈ ഒമേഗ ക്യാൻസൽ ആവുന്നു. ദെൻ വി ക്യാൻ ഗെറ്റ് സൈൻ 2 pi മൈനസ് സൈൻ 0. So what is the value of sin 2 pi? That is 0.
And what is the value of sine 0? 0. Then 0 minus 0, 0. So a omega into 0, 0. സോ ഈ ടേം നമ്മളുടെ ഈ വർക്ക് ഡണിൽ ഉണ്ടാവുന്ന ഈ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. ദെൻ സെക്കൻഡ് ടേം നമ്മൾ ഇനി ഇതിനെയാണ് എടുക്കാൻ പോകുന്നത്. സോ ബി എ സ്ക്വയർ ഒമേഗ ബൈ 2. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ അപ്പർ ലിമിറ്റ് ടിക്ക് പകരം നമ്മൾ 2π ഒമേഗ കൊടുക്കുന്നു, പിന്നീട് ടിക്ക് പകരം നമ്മൾ 0 കൊടുക്കുന്നു. സോ മൈനസ് കോസ് 2 ഒമേഗ 2π ബൈ ഒമേഗ 2 ഒമേഗ മൈനസ് ഓഫ് കോസ് 2 ഒമേഗ ഇൻറ്റു ടിക്ക് പകരം 0 0 കോസ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒമേഗ ക്യാൻസൽ ആവുന്നു. ദെൻ മൈനസ് കോസ് 2 ഇൻറ്റു 2π, സോ 4π minus cos 4π. What is the value of what is the value of cos 4π? That is 1. So minus into 1 minus 1, then minus 1, and minus of what is the value of minus cos 2 0? Cos 2 omega into 0, that is cos 0. Cos 0 means 1 minus 1. So minus 1 minus minus 1, that minus 1 minus into minus എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. സോ മൈനസ് 1 പ്ലസ് 1 ബിക്കംസ് 0. സോ ഈ സെക്കൻഡ് ടേം, ഈ ടേം എന്താണ്? ഈ ഇൻ്റഗ്രേഷനിൽ നമ്മളുടെ വർക്ക് ഡണിൽ ഫസ്റ്റ് വാല്യൂ 0 ആയതുപോലെ ഈ സെക്കൻഡ് ടേമിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഈ ടേമിൻ്റെ വാല്യൂ 0 ആണ്. ദെൻ തേർഡ് നമ്മൾ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേഷൻ കൊടുക്കുകയാണ്. സോ സി എ സ്ക്വയർ ഒമേഗ, ഈ 1 പ്ലസ് കോസ് 2 ഒമേഗ ടി നമുക്ക് എന്തൊക്കെ എഴുതാം? ടി പ്ലസ് സൈൻ 2 ഒമേഗ ടി ബൈ 2 ഒമേഗ എന്ന് എഴുതാം അല്ലേ? സോ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്? സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ 2 ടി പ്ലസ് സൈൻ 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഒമേഗ എന്ന് കിട്ടുന്നു. നമ്മൾ ഇതിനെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഇപ്പം ലിമിറ്റ് കൊടുക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുകയാണ്? നേരെ നമ്മൾ ഇതിനകത്തേക്കാണ് കിടക്കുന്നത്. സോ നോക്കൂ, ഫോർത്ത് ടേമിൽ എന്താ വരുന്നത്? ഡി എ സ്ക്വയർ ഒമേഗ ക്യൂബ് ബൈ 2 ഡി എ സ്ക്വയർ ഒമേഗ ബൈ 2 ഒമേഗ ക്യൂബ് ബൈ 2. ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ മൈനസ് കോസ് 2 ഒമേഗ ടിക്ക് പകരം 2π ബൈ ഒമേഗ കൊടുക്കുന്നു, 2π ബൈ ഒമേഗ ബൈ 2 ഒമേഗ മൈനസ് ഇനി എന്ത് ചെയ്യുന്നു? മൈനസ് ഓഫ് ടിക്ക് പകരം 0 കൊടുക്കുന്നു. സോ മൈനസ് കോസ് 2 ഒമേഗ ഇൻറ്റു 0 ബൈ 2 ഒമേഗ. സോ ഈ ഒമേഗ ക്യാൻസൽ ആവുകയാണ്. ക്യാൻസൽ ആകുന്ന സമയത്ത് മൈനസ് കോസ് 4π എന്ന് വരും. What is the value of cos 4π? It's 1. So minus into 1 minus 1, and this minus, and cos 2 omega into 0, that means cos 0. Cos 0 means 1 minus cos 0 minus 1. So minus 1 minus minus 1. So minus 1 minus minus 1 എന്ന് പറയുമ്പോൾ this is become plus 1. So minus 1 plus 1 is equal to 0. So ഈ ഫോർത്ത് ടേമും 0 ആയിട്ട് മാറുന്നു. സോ നോക്കൂ നിങ്ങൾ, ടോട്ടൽ വർക്ക് ഡൺ by damping force W is equal to 0 plus C A square omega square integral of 0 to 2π omega 1 plus cos 2 omega t divided by 2 dt minus 0. സോ ഈ ടോട്ടൽ വർക്ക് ഡൺ ബൈ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഈ ഒരു വാല്യൂ മാത്രമേ നമുക്ക് നോൺ സീറോ വാല്യൂ ആയിട്ടുള്ളൂ. മറ്റ് ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് ടേം 0 ആയിട്ട് മാറുന്നു. റൈറ്റ്. സോ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ ടേം, അതായത് ഈ ടേമിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഫോർത്ത് ടേം 0 ആയിട്ട് മാറുന്നു. സോ നമുക്ക് എന്ത് എഴുതാം? W is equal to C A square omega square by 2 ഇൻറ്റു നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുകയാണ്. ഈ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 2π ബൈ ഒമേഗ കൊടുക്കുന്നു, 2π ബൈ ഒമേഗ പ്ലസ് സൈൻ 2 ഒമേഗ ടി ബൈ 2 ഒമേഗയിൽ ഈ ടിക്ക് പകരം 2π ബൈ ഒമേഗ കൊടുക്കുകയാണ്. സോ സൈൻ 2 ഒമേഗ 2π ബൈ ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് ടിക്ക് പകരം 0 പ്ലസ് സൈൻ 2 ഒമേഗ ഇൻറ്റു 0, ദാറ്റ് മീൻസ് സൈൻ 0. സോ സൈൻ 0. റൈറ്റ്. സോ നമ്മൾ ലിമിറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കൂ നിങ്ങൾ, സൈൻ 2 ഒമേഗ 2π ബൈ ഒമേഗ ആണ്. ഈ ഒമേഗ ക്യാൻസൽ ആവുന്നു. ദെൻ വാട്ട് വിൽ ഗെറ്റ്? സൈൻ 4π എന്ന് കിട്ടുന്നു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 4π? 0. ദെൻ മൈനസ് ടീൻ്റെ വാല്യൂ ഓൾറെഡി 0 ആണ്. 0 പ്ലസ് സൈൻ 0. സൈൻ 0യുടെ വാല്യൂ എന്താണ്? 0. സൈൻ 90 ആണ് 1 അല്ലേ? സൈൻ 0. സോ ഇവിടെ എന്താവുന്നു? ഈ ടേം ക്യാൻസൽ ആവുന്നു, ദാറ്റ് ഈസ് 0. ഈ ടേമും ക്യാൻസൽ ആവുന്നു,
സോ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, 2π/ω മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ W is equal to CA²ω²/2 CA²ω²/2 ഇൻറ്റു 2π/ω. സോ ഇവിടെ ω² ആണുള്ളത്, ഇത് ക്യാൻസൽ ആവുന്നു, ഈ 2ഉം 2ഉം ക്യാൻസൽ ആവുന്നു. സോ എന്താണ് റിമെയിൻ ചെയ്യുന്നത്, CA²ω²π, ദാറ്റ് ഈസ് CA²ω²π. സോ ദ ടോട്ടൽ, സോ what this mean, the work done by damping force is equal to CA²ω²π. The work done by damping force is equal to CA²ω²π എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. സോ എന്താണ് C എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ വെലോസിറ്റി ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരുന്നു C അല്ലേ. നമുക്ക് എഫിൻ്റെ എന്തായിരുന്നു എഴുതുന്നത്, F is equal to damping force is equal to A plus BX plus C dx/dt plus d²x/dt² എന്നാണ് എഴുതിയിരുന്നത്. സോ ഈ C എന്ന് പറയുന്നതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന C. സോ ഈ C എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഈ dx/dt ടേം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ dx/dt എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സോ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, CA²ω² എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോറി, വർക്ക് ഡൺ W is equal to എന്താണ്, CA²ω² ആണ്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് C ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. C യെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇൻഡയറക്ട്ലി ഇറ്റ് മീൻസ് വെലോസിറ്റി. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ W എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ബൈ ഡാമ്പിംഗ് ഫോഴ്സ് ആണ്. ദാറ്റ് മീൻസ് ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു velocity. The damping force is directly proportional to velocity. And similarly എന്താണ്, ഈ മൈനസ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഡാമ്പിംഗ് ഫോഴ്സ്. വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഡാമ്പിംഗ് ഫോഴ്സ് ആക്ട് ആവുന്നത്. സോ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -V, then F equal to B into V. What is B? Minus B into V. What is B? B is known as damping coefficient. Damping coefficient. So F directly proportional to -V, then F is equal to -BV. So this B is known as damping coefficient. Clear? Okay.